വഴിതെറ്റി കാട്ടിലെത്തിയ ഒരു പാവമാണ് നമ്മുടെ നായിക റാണി. വലിയ ഗുണഗണങ്ങളൊന്നുമില്ലെങ്കിലും സെൽഫ് കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. ആ കാടിൻ്റെ വന്യത അവളെ വല്ലാതെ അലട്ടി. വിശന്നു തളർന്ന അവൾ നടന്ന് ചെന്നെത്തിയത് മൃഗങ്ങളുടെയും മറ്റു എല്ലും അവശിഷ്ടങ്ങളും ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു മരച്ചുവട്ടിലായിരുന്നു. പോരെ, ഇതവളുടെ ഭയത്തിൻ്റെ ആക്കം കൂട്ടി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അലറിക്കൊണ്ട് ഒരു ഭയങ്കരൻ സിംഹം റാണിയുടെ മുമ്പിലേക്ക്. ഒന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൾ നിന്നു. സിംഹം പറഞ്ഞു, നീ ഏതായാലും നന്നായി, എൻ്റെ വിശപ്പടങ്ങുമല്ലോ. സിംഹം ചാടി വീഴാനൊരുങ്ങി. ഇത് കണ്ട് റാണി ധൈര്യം സംഭരിച്ച് പറഞ്ഞു, ഒരു നിമിഷം, തനിക്ക് കണ്ണില്ലേ? ഈ കിടക്കുന്നതെല്ലാം ഞാൻ ഭക്ഷിച്ച ഇന്നത്തെ എൻ്റെ ഇരകളാണ്. ഒരു സിംഹത്തെ കൂടി കഴിക്കാനുള്ള വിശപ്പൊക്കെ എനിക്കുണ്ട്. റാണിയുടെ നിൽപ്പും ഭാവവും കൂടിക്കിടക്കുന്ന എല്ല് കഷ്ണങ്ങളിലേക്ക് നോക്കി അടുത്ത നിമിഷം സിംഹം ജീവനും കൊണ്ട് ഓടി. തന്നെ ഭക്ഷിക്കാൻ വന്ന അതിഭീകരനായ ഒരു സിംഹത്തെ പോലും തൻ്റെ ആത്മവിശ്വാസം കൊണ്ട് അവൾ തറപറ്റിച്ചു. തൻ്റെ മോശം സാഹചര്യത്തെ പോലും തനിക്ക് അനുകൂലമാക്കിയ റാണിയാണ് യഥാർത്ഥ നായിക. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിനു മുകളിലൊരു വിദ്വാൻ ഇരപ്പുണ്ടായിരുന്നു.